ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ച മുന്നണികൾ നേതാക്കളുടെ പങ്ക് ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണിയും UDF-ഉം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തി. SIT തന്നെ വിളിപ്പിച്ചെന്ന വിവരം P. ശശിയുടെ നിർമ്മിതിയെന്ന് അടൂർ പ്രകാശ്. കോൺഗ്രസ് നേതാക്കൾ SIT-യെ തള്ളിപ്പറയാൻ തുടങ്ങി എന്ന് CPM-ഉം ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ഇതിനിടെ കൊള്ളയടിക്കപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ നെട്ടോട്ടമോടുകയാണ് അന്വേഷണ സംഘം. ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് SIT. ആ സ്വർണം എന്തു ചെയ്തുവെന്ന് ഇതുവരെ പ്രധാന പ്രതികൾ പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് ഒരു തുമ്പും SIT-ക്ക് ലഭിച്ചിട്ടുമില്ല. അത് കണ്ടെത്താനാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. തദ്ദേശത്തിൽ UDF-ന് ശബരിമല കൊള്ള തുണയായെങ്കിൽ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിൽപ്പെട്ടതോടെ CPM-നും പ്രത്യാക്രമണത്തിന് പിടിവള്ളി കിട്ടി. അപ്പോഴേക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വാർത്ത പുറത്തുവന്നു. UDF-ന് വജ്രായുധമായി കടകംപള്ളിയുടെ രഹസ്യ ചോദ്യം ചെയ്യൽ. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കടകംപള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് താൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അതിനായി ഒളിച്ചല്ല പോയത്, ഔദ്യോഗിക വാഹനത്തിലാണ്. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകാൻ കത്തെഴുതിയെന്നും ഉത്തരവ് നൽകിയെന്നുമൊക്കെ വാർത്തകൾ വരുന്നു. ഇതിന്റെ എന്തെങ്കിലും തെളിവ് പുറത്തുവിടാനാണ് കടകംപള്ളിയുടെ വെല്ലുവിളി. മാത്രമല്ല, കോടതിയിൽ ഒരു കീറക്കടലാസ് തെളിവെങ്കിലും നൽകുന്നതിൽ പ്രതിപക്ഷ നേതാവ് പരാജയപ്പെട്ടെന്നും കടകംപള്ളി പരിഹസിച്ചു. അതിനിടെ അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ചെന്ന വാർത്തയും പുറത്തുവന്നു. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ നിർമ്മിതിയെന്ന് അടൂർ പ്രകാശ്. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സോണിയാഗാന്ധിയെ പോറ്റി സന്ദർശിച്ചത് തന്നെയാണ് CPM-ന്റെ ആയുധം. അത് കടുപ്പിച്ച് പ്രയോഗിക്കുകയാണ് പാർട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ആരാണ് ഈ അപ്പോയിൻമെന്റ് സംഘടിപ്പിച്ചു കൊടുത്തത് അത് പറയുന്നില്ല. VVIPയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറാൻ ഉള്ള സൗകര്യമൊരുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് UDF MP-മാർക്ക് ഉള്ളത് എന്നതിൽ ഒരു ദുരൂഹതയുമില്ലേ? ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കട്ടളപ്പാളിയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണമടക്കം നഷ്ടപ്പെട്ടുവെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ഇതടക്കം കണ്ടെത്താൻ ശ്രമം നടക്കുമ്പോഴാണ് രാഷ്ട്രീയ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.